പ്രീസ്ട്രെസ് ലോസിൽ ഇമ്മീഡിയറ്റ് ലോസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇലാസ്റ്റിക് ഡിഫോർമേഷനും ഫ്രിക്ഷൻ ലോസും ആങ്കറേജ് സ്ലിപ്പ് കാരണം ഉണ്ടാകുന്ന ലോസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണം ലോസ് പ്രീ ടെൻഷനായിട്ടുള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും ഉണ്ടാവും. പോസ്റ്റ് ടെൻഷൻ അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവാനും ഉണ്ടാവാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. ഫ്രിക്ഷൻ ലോസ് ആണെങ്കിൽ പോസ്റ്റ് ടെൻഷൻ മെമ്പറിൽ മാത്രമാണ് ഉണ്ടാവുക. അതുപോലെ ആങ്കറേജ് സ്ലിപ്പും പോസ്റ്റ് ടെൻഷൻ മെമ്പറിൽ മാത്രമാണ് ഉണ്ടാവുക. ഇതെല്ലാം എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാവുന്ന ലോസാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് നോക്കണം അനദർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ലോസ് ആണ്. ടൈം ഡിപ്പെൻഡൻറ്റ് ലോസ് എന്ന് പറയുമ്പോൾ റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ കാരണം ഉണ്ടാകും, അതുപോലെ ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് കാരണം ഉണ്ടാവും, അതുപോലെ ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് കാരണം ഉണ്ടാവും. ഇത് മൂന്നെണ്ണമാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ലോസിന് കാരണമാകുന്നത്. ഈ ഒരു ലോസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് കോൺക്രീറ്റ്, പ്രീ ടെൻഷൻ ആയാലും പോസ്റ്റ് ടെൻഷൻ ആയാലും രണ്ടിലും ഉണ്ടാകുന്ന ഒരു ലോസാണ് ഈ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലോസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് കാരണമുള്ള ലോസാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഡിഫോർമേഷൻ വിത്ത് ടൈം അണ്ടർ കോൺസ്റ്റൻറ്റ് ലോഡ്. അതാണ് ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ക്രീപ്പ് ഓഫ് അതായത് അതിൻ്റെ ഡിഫോർമേഷൻ, അതിന് സ്ട്രെയിൻ കൂടി വരും, പക്ഷേ ലോഡ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ള ലോഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ടെമ്പററി ആയിട്ട് വരുന്ന ലോഡൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് റിസൾട്ട് ഇൻ ലോസ് ഇൻ സ്റ്റീൽ സ്ട്രെസ്. ഇനി ക്രീപ്പ് നമ്മളെങ്ങനെ, ക്രീപ്പ് കാരണം ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ എന്നാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോസ് ഇൻ പ്രീ സ്ട്രെസ് എന്ന് പറഞ്ഞത് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. നമുക്കറിയാം ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ കാരണമുള്ള ലോസാണ് നമുക്ക് പ്രീ സ്ട്രെസ് ആണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ചെയ്താൽ നമുക്ക് ലോസ് ഇൻ പ്രീ സ്ട്രെസ് കിട്ടും. ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണം. ലോസ് ഇൻ പ്രീ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ക്രീപ്പ് കോയിഫിഷ്യൻറ്റിൽ നിന്നാണ് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്രീപ്പ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിനും അതുപോലെ തന്നെ ഇലാസ്റ്റിക് സ്ട്രെയിനും ഉണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിനും ഇലാസ്റ്റിക് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ക്രീപ്പ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇ സി എന്ന് പറഞ്ഞാൽ എപ്സിലോൺ സി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ, എപ്സിലോൺ ഇ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ. അങ്ങനെയാണെങ്കിൽ എം എന്ന് പറഞ്ഞാൽ മോഡുലാർ റേഷ്യോ ആണ്, അത് ഓർത്തിരിക്കുക. മോഡുലാർ റേഷ്യോ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. നെക്സ്റ്റ് നമുക്ക് ഈ ലോസ് ഡ്യൂ ടു പ്രീ സ്ട്രെസ് ക്രീപ്പ് കാരണം നോക്കാം. ലോസ് ഇൻ പ്രീ സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് നോക്കാം. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ക്രീപ്പ് ആയതുകൊണ്ട് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീലാണ് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിനിന് പകരം നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കാം. അൾട്ടിമേറ്റ് ക്രീപ്പ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഡിവൈഡ് ബൈ ഇലാസ്റ്റിക് സ്ട്രെയിൻ. അപ്പോൾ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഈക്വൽ ടു ക്രീപ്പ് കോയിഫിഷ്യൻ്റ് ഇൻറ്റു ഇലാസ്റ്റിക് സ്ട്രെയിൻ എഴുതാലോ, 5 ഇൻറ്റു എപ്സിലോൺ ഇ എന്ന് എഴുതാം. അതായത് 5 എന്ന് പറഞ്ഞാൽ ക്രീപ്പ് കോയിഫിഷ്യൻ്റ് ഇൻറ്റു ഇലാസ്റ്റിക് സ്ട്രെയിൻ. അതായത് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു എഫ് സി ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഈ എപ്സിലോൺ ഇ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലാസ്റ്റിക് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഇലാസ്റ്റിക് സ്ട്രെയിൻ കാണണമെങ്കിൽ അവിടെയുള്ള സ്ട്രെസ് ഡിവൈഡ് ബൈ കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഈസിയാണ്. അപ്പോൾ അത് നമുക്കിവിടെ ഈ ഒരു എപ്സിലോൺ ഇക്ക് പകരം നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഈക്വൽ ടു 5 ഇൻറ്റു എപ്സിലോൺ ഇ എന്ന് എഴുതാം. സോ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഈക്വൽ ടു എഫ് സി ബൈ ഇ സി എന്ന് എഴുതാം. എന്ന് എഴുതാൻ കാരണം എപ്സിലോൺ ഇക്ക് പകരം നമ്മൾ എഫ് സി ബൈ ഇ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. അപ്പോൾ ഇത് ഇലാസ്റ്റിക് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ, ഇപ്പോൾ ഈ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിനിനെ കണ്ടെത്തിയ ഈ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോസ് ഇൻ സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത് ക്രീപ്പ് സ്ട്രെയിൻ ഇൻറ്റു അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്റ്റീലാണ്. അതിൽ മോഡുലസ് ഓഫ് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിനിന് പകരം നമുക്ക് 5 ഇൻറ്റു എഫ് സി ബൈ ഇ സി എന്ന് എഴുതാം. ഇവിടെ ഇ എസ് ബൈ ഇ സി എന്ന് പറഞ്ഞാൽ മോഡുലർ റേഷ്യോ ആണ്, അതിനെ ഞാൻ എം എന്ന് എഴുതി. അപ്പോൾ 5 ഇൻറ്റു എം ഇൻറ്റു എഫ് സി ആണ് എന്ത് ലോസ് ഡ്യൂ ടു സ്ട്രെസ് ഇൻ സ്റ്റീൽ, ഡ്യൂ ടു
ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രീപ്പ് കാരണമുള്ള ഇക്വേഷനാണ് ഫൈ ഇൻറ്റു എം ഇൻറ്റു എഫ് സി. ഇവിടെ ഫൈ എന്ന് പറയുന്നത് ക്രീപ്പ് കോഫിഷ്യൻ്റ് ആണ്. ക്രീപ്പ് കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ബിറ്റ്വീൻ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ആൻഡ് ഇലാസ്റ്റിക് സ്ട്രെയിൻ. എം എന്ന് പറഞ്ഞാൽ മോഡുലാർ റേഷ്യോ. എഫ് സി എന്ന് പറഞ്ഞാൽ പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദി ലെവൽ ഓഫ് സ്റ്റീൽ. അതാണ് എഫ് സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കാം. അപ്പോൾ ക്രീപ്പ് ഈസ് ഡ്യൂ ടു സസ്റ്റൈൻഡ് ലോഡ് ഓൺലി. ടെമ്പററി ലോഡ്സ് ആർ നോട്ട് കൺസിഡർഡ് ഇൻ ദി കാൽക്കുലേഷൻ ഓഫ് ക്രീപ്പ്. Since the pre-stress may vary along the length of the member, an average value of pre-stress can be considered. നമുക്കറിയാം pre-stress എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ല, അത് അതിൻ്റെ along the length അത് വേരി ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ആവറേജ് വാല്യൂ ഓഫ് pre-stress ആണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലോസ് ആണ് ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞത് അതിൻ്റെ കോൺട്രാക്ഷൻ ഓഫ് കോൺക്രീറ്റ് ആണ് ഡ്യൂ ടു ലോസ് ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ്. ഈ കോൺക്രീറ്റിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് പോകുമ്പോൾ കോൺക്രീറ്റ് എന്താവും, ഷ്രിങ്ക് ചെയ്യും. അങ്ങനെ കോൺക്രീറ്റിൻ്റെ ഷ്രിങ്കേജ് കാരണം അല്ലെങ്കിൽ കോൺട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഷ്രിങ്കേജ് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ടെൻഡൻ്റെ ലെങ്ത്തും എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് ദ കോൺക്രീറ്റ് ദ പ്രീസ്ട്രെസ് ഇൻ ദ ടെൻഡൻ ഈസ് റെഡ്യൂസ്ഡ് വിത്ത് ടൈം. ഈ ഒരു ടെൻഡനുള്ള പ്രീസ്ട്രെസ്സും റെഡ്യൂസ് ആവും. അപ്പോൾ IS 1343 പ്രകാരം നമ്മുടെ ഈ ഒരു ഷ്രിങ്കേജ് സ്ട്രെയിൻ നമ്മൾ ഷ്രിങ്കേജ് സ്ട്രെയിനിൽ നിന്നാണ് ഈ ഷ്രിങ്കേജ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഷ്രിങ്കേജ് ഓഫ് ദ കോൺക്രീറ്റ് ഇൻ പ്രീസ്ട്രെസ്ഡ് മെമ്പർ റിസൾട്ട് ഇൻ ഷോർട്ടനിങ് ഓഫ് ദി ടെൻഷനിങ് വയർ വിച്ച് കോസ് ലോസ് ഓഫ് പ്രീസ്ട്രെസ്. ഇങ്ങനെ കോൺക്രീറ്റ് ഷ്രിങ്ക് ചെയ്യുന്ന സമയത്ത് ആ ടെൻഷൻ്റെ ആയിട്ട് വയറും ഷ്രിങ്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ഷോർട്ടനിങ് സംഭവിക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് ഡ്യൂ ടു പ്രീസ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെയാണ് ലോസ് ഡ്യൂ ടു പ്രീസ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ ഇൻറ്റു, അതായത് സ്ട്രെസ് ലോസ്ഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് വേണ്ടത്. ഇവിടെ ഷ്രിങ്കേജ് കാരണം ഉള്ളതുകൊണ്ട് നമ്മൾ ഷ്രിങ്കേജ് സ്ട്രെയിൻ കൺസിഡർ ചെയ്യും. ഷ്രിങ്കേജ് സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ. അതാണ് നമ്മൾ ലോസ് ഡ്യൂ ടു പ്രീസ്ട്രെസ് ഡ്യൂ ടു ഷ്രിങ്കേജ് കൺസിഡർ ചെയ്യുമ്പോൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എപ്സിലോൺ CS എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിജ്വൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ ആണ്. ഈ ഷ്രിങ്കേജ് സ്ട്രെയിൻ്റെ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. പ്രീ ടെൻഷനിങ് മെമ്പർ ആണെങ്കിൽ ആ ഒരു ഷ്രിങ്കേജ് സ്ട്രെയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁻⁴ ആയിരിക്കും. യൂണിറ്റ് ഒന്നുമില്ല, സ്ട്രെയിൻ അല്ലേ. അപ്പോൾ ആ ഒരു വാല്യൂ ഓർത്ത് വെക്കുക, 3 × 10⁻⁴. ഇനി പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിൽ ഡയറക്റ്റ് വാല്യൂ ഇല്ല, അതിനൊരു ചെറിയൊരു ഇക്വേഷൻ യൂസ് ചെയ്യണം. 2 × 10⁻⁴ ഡിവൈഡഡ് ബൈ log 10 T+2. ഇവിടെ T എന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് കോൺക്രീറ്റ് അറ്റ് ട്രാൻസ്ഫർ ഇൻ ഡേയ്സ്. അപ്പോൾ അറ്റ് ട്രാൻസ്ഫറിൻ്റെ ടൈമിൽ കോൺക്രീറ്റിൻ്റെ ഏജ് എന്താണോ അതാണ് ഇവിടെ T ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻ ഡേയ്സിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ട്രെയിൻ എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി. പ്രീ ടെൻഷനിങ് ആണെങ്കിൽ 3 × 10⁻⁴ എന്ന് എടുത്താൽ മതി. ഇന്ന് ഡയറക്റ്റ് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ലോസ് ഓഫ് പ്രീ സ്ട്രെസ് കിട്ടും. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് സ്ട്രെസ് കാണണമെങ്കിൽ എന്താണ്, സ്ട്രെയിൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, കാരണം സ്റ്റീൽ ഉണ്ടാകുന്ന ലോസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഷ്രിങ്കേജ് കാരണം സ്ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ ഷ്രിങ്കേജ് സ്ട്രെയിൻ വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നെക്സ്റ്റ് ആണ് ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഇതൊരു ക്രീപ്പ് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ലോസ് ആണ് റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ കാരണം ഉണ്ടാകുന്ന ലോസും. അപ്പോൾ ഇവിടെ എന്താ കാരണം എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രെയിൻ, അതിൻ്റെ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ അതിലുണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത്. റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിക്രീസ് ഇൻ സ്ട്രെസ് വിത്ത് ടൈം അണ്ടർ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ. അണ്ടർ കോൺസ്റ്റൻറ്റ് സ്ട്രെയിനിൽ ആ ഒരു സ്റ്റീലിലെ സ്ട്രെസ്സിലുണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ പ്രീസ്ട്രെസ് ഇൻ ദ ടെൻഡൻ ഈസ് റെഡ്യൂസ്ഡ് വിത്ത് ടൈം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള പ്രീസ്ട്രെസ്സും എന്താവുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ റിലാക്സേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈപ്പ് ഓഫ് സ്റ്റീൽ ആൻഡ് ഇനീഷ്യൽ പ്രീസ്ട്രെസ്. അപ്പോൾ റിലാക്സേഷൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇനീഷ്യൽ പ്രീസ്ട്രെസ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ റിലാക്സേഷൻ എത്രയാണ് ഉണ്ടാവുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ ടെമ്പറേച്ചറിനും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലോസ് ഓഫ് പ്രീസ്ട്രെസ് എന്ന് പറയുന്നത് ജനറലി ഇനീഷ്യൽ സ്ട്രെസ്സിൻ്റെ 2 to 8% ആണ് ജനറലി ഇങ്ങനെ ലോസായി വരിക. മോസ്റ്റ് ഓഫ് ദി കോഡ്സ് പ്രൊവൈഡ് ഫോർ ലോസ് ഓഫ് സ്ട്രെസ് ആസ് പെർസെൻറ്റേജ് ഓഫ് ഇനീഷ്യൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഇപ്പോൾ റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ കോഡ് റെക്കമെൻഡ് ചെയ്യുന്ന റിലാക്സേഷൻ ലോസ് എത്രയാണെന്ന് നോക്കാം. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റീലിനെയും ഡിപ്പെൻഡ് ചെയ്യും, ടൈപ്പ് ഓഫ് സ്റ്റീലിനും ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഇനീഷ്യൽ സ്ട്രെസ്സിനും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇനീഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്
0.5 FI ആണെങ്കിൽ, ഇവിടെ FI എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് പ്രീ സ്ട്രെസ്സിങ് സ്റ്റീലാണ് FY എന്ന് പറയുന്നത്. ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്റ്റീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് 0.5 FI ആണെങ്കിൽ അവിടെ റിലാക്സേഷൻ ലോസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻ കേസ് 0.6 FY ആണെങ്കിൽ അവിടെ റിലാക്സേഷൻ ലോസ് എന്ന് പറയുന്നത് 35 Nm/mm² ആയിരിക്കും. ഇനി ഇനീഷ്യൽ സ്ട്രെസ് 0.7 FY ആണെങ്കിൽ അത് 70 Nm/mm² ആയിരിക്കും. ഇനി 0.8 FY ആണെങ്കിൽ അത് 90 Nm/mm² ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് ഇതിൻ്റെ കോഡ് റെക്കമെൻഡ് ചെയ്യുന്ന റിലാക്സേഷൻ ലോസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു റിലാക്സേഷൻ ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ FYനെയും അതുപോലെ തന്നെ ഇനീഷ്യൽ സ്ട്രെസ്സിനെയും ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലോസ് ഇൻ പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.